ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്കിനി ഹിന്ദിയുടെ ഊഴമാണ്. നമുക്ക് തകർക്കണം, ഗംഭീരമാക്കണം, നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ഇനിയുള്ള ലൈവുകൾ തന്നെ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി മോർണിംഗ് ബൂസ്റ്റർ കണ്ടിട്ട് നമുക്ക് ഹിന്ദിയിൽ ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ മാർക്ക് നമുക്ക് സ്വന്തമാക്കണം. നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പത്ര തയ്യാർ കീജി എന്നാണ്. അപ്പോൾ നമ്മൾ 10 തയ്യാർ കീജി എന്നുള്ള ചോദ്യം നമുക്ക് കിട്ടാവുന്നത് 4 മാർക്കാണ്. ആ 4 മാർക്ക് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സ്വന്തമാക്കണം. അതിനുവേണ്ടി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം ഏതെങ്കിലും ആവട്ടെ, പത്രം വന്നു കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ കത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ പേജിൻ്റെ ഒരു പുതിയ പുറം എടുക്കണം. ഓക്കെ എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെച്ചതിൻ്റെ താഴോട്ട് നിങ്ങൾ എഴുതാൻ പാടില്ല. ആ ഒരു ഫുൾ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ആ പേപ്പറിൽ നിങ്ങൾ നോക്കൂ, പേപ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബോർഡറൊക്കെ കൊടുക്കുക. ഓക്കെ, ഒരു ഭാഗത്ത് ഒരു ബോർഡർ കൊടുക്കുക. എന്നാൽ ഞാൻ ഇവിടെ കൊടുത്തതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബോർഡർ കൊടുക്കുക. ഇങ്ങനെ ഒരു ബോർഡർ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണം. ഓക്കെ, ഈ ബോർഡർ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ എഴുതാൻ ശ്രമിക്കുക. നോക്കൂ, ഇവിടെ നിങ്ങൾ കാണാം സ്ഥാൻ എന്നും താരിഖ് എന്നും. ഒരു കത്ത് എന്ന സമയത്ത് കൃത്യമായി നമ്മൾ വലതുവശത്ത് സ്ഥലവും ഡേറ്റും എഴുതണം. പക്ഷേ ഇവിടെ സ്ഥലവും ഡേറ്റും നമ്മൾ എഴുതുന്നില്ല. അതിന് പകരം നമ്മൾ സ്ഥാൻ എന്നും താരിഖ് എന്നും, കാരണം ഇതൊക്കെ കഥയിലെ കഥാപാത്രങ്ങളാണ്, അവരുടെ കൃത്യമായ അഡ്രസ്സ് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ അവിടെ സ്ഥാൻ എന്നും, ഇവിടെ സ്ഥലം എഴുതേണ്ടുന്ന സ്ഥലമാണ് എന്നും, താരിഖ് എന്നുള്ളത് ഇവിടെ ഡേറ്റ് എഴുതേണ്ടുന്ന സ്ഥലമാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥാൻ താരിഖ് എന്ന് എഴുതേണ്ടത്. എല്ലാം ശരിക്കും കത്ത് എഴുതുന്ന സമയത്ത് സ്ഥാൻ താരിഖ് എന്ന് എഴുതിയാൽ പോരാ, ഒരു പ്ലേസ് എഴുതണം, ഡേറ്റും എഴുതണം. ഇവിടെ നമ്മൾ കഥാപാത്രങ്ങളെ കുറിച്ച് ആയതുകൊണ്ട് അവർ കൃത്യമായ അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് കഥയിലെ കഥാപാത്രങ്ങൾ കത്ത് എഴുതുകയാണെങ്കിൽ ഇവിടെ സ്ഥലവും ഡേറ്റും എഴുതും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ കത്ത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും തുടക്കത്തിൽ നമ്മൾ പ്രിയ മിത്ര എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു. പ്രിയ മിത്ര, നമസ്തേ, നമസ്കാരം എന്ന് പറയും. ഇങ്ങനെ എഴുതിയതിന് ശേഷമാണ് നമ്മൾ കത്ത് എഴുതുക. ഓക്കെ, അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന പോലെ നമ്മൾ കാര്യത്തിലേക്ക് നേരിട്ട് കടക്കാൻ പാടില്ല. കത്തൊരു സാംസ്കാരിക ഇടപാടാണ്. ചില മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണ് കത്ത് എഴുതാൻ. ഓക്കെ, അങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് റെഡ് ഇങ്കിൽ നിങ്ങൾക്ക് ഒരു വര കാണാം. നിങ്ങൾ കണ്ടോ, റെഡ് ഇങ്കിൽ ഒരു വര കണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ കത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാനാണ് ഈ കത്ത് എഴുതുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ വേണം. അത് എഴുതിയതിന് ശേഷമാണ് നമ്മൾ ഈ നീല വരയിലിട്ടത് എന്താണോ നമ്മൾ കത്ത് എഴുതാനുള്ള വിഷയം, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഏത് ചോദ്യങ്ങൾ വന്നാലും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ കത്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇതുപോലെ കാര്യം അവസാനിപ്പിച്ചാൽ പോരാ, പിന്നീട് എപ്പോഴാണ് കാണുക, വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടൊരു സ്നേഹമര്യാദകളോട് കൂടിയാണ് നമ്മൾ കത്ത് അവസാനിപ്പിക്കുക. അതാണ് അവസാനമായി ഞാൻ ചേർത്തിരിക്കുന്ന ഈ റെഡ് വര. ഇങ്ങനെ ലെറ്റർ എഴുതുമ്പോൾ 3 പാരഗ്രാഫ് ഉണ്ടാവണം. 1 ഇൻട്രൊഡക്ഷൻ, അല്ലേ, അഭിസംബോധന. 2 സബ്ജക്റ്റ് എന്താണോ, വിഷയം എന്താണോ എഴുതണം. 3ാമത്തത് നമ്മൾ കൺക്ലൂഷനാണ്, ഉപസംഹാരം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഹൃദ്യമായ രീതിയിലായിരിക്കും കത്തിൽ കുറേ കാര്യങ്ങൾ നിറച്ചു വെക്കുക എന്നതിനേക്കാൾ ഉപരി, എസ് എഴുതുക എന്നതിനേക്കാൾ ഉപരി വൃത്തിയും വെടുപ്പോട് കൂടി അലൈൻമെൻ്റൊക്കെ സെറ്റാക്കി വൃത്തി മുഞ്ചുള്ള കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. കൃത്യമായി കാര്യമാത്ര പ്രസക്തമായത് മാത്രം എഴുതുക എന്നുള്ളതാണ്. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കത്തിൻ്റെ അവസാനം സസ്നേഹ് എന്ന് എഴുതണം. ഓക്കെ, സ്നേഹപൂർവ്വം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുമാരാ മിത്ര, എന്നിട്ട് നിൻ്റെ സുഹൃത്ത് നാം, ആ സുഹൃത്തിൻ്റെ പേര് എഴുതണം. ഇവിടെ സ്വാഭാവിക ഹാച്ചിയാണ്. അങ്ങനെയാണ് നാം, ഇവിടെ നമ്മൾ നാം എഴുതണമെന്നില്ല, നമ്മൾ ഹാച്ചി എന്ന് എഴുതിയാൽ. ഇവിടെ സ്വാഭാവികമായിട്ട് ഹാച്ചിക്ക് കഹാനിയിലെ യുഎൻഒയുടെ പ്രൊഫസർ വൈഫാണ്, അവരെക്കുറിച്ച് പേരൊന്നും പറയാത്തതുകൊണ്ട് നമ്മളിവിടെ നാം എന്ന് പറഞ്ഞാൽ മതി. യുഎൻഒക്ക് പത്നി എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നാം എന്ന് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ എന്നാണ്. അവരുടെ ഒപ്പാണ് ഇവിടെ വേണ്ടത്. അവരുടെ ഒപ്പിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒപ്പിൻ്റെ സ്ഥലമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഹസ്താക്ഷർ എന്ന് നമ്മൾ എഴുതിയാൽ മതി. ഒരു കാരണവശാലും നിങ്ങൾ അവിടെ ഒപ്പിടാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് ഈ കത്ത് തയ്യാറായി കഴിഞ്ഞാൽ ഒരു A4 ഷീറ്റ് പേപ്പറിൽ ഇങ്ങനെ എഴുതിയ കത്ത് നമ്മൾ മറ്റേ സുഹൃത്തിൻ്റെ വീട്ടിൽ കിട്ടുമോ? ഈ കത്തിനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് മറ്റൊരു കവറിൻ്റെ അകത്തിട്ടിട്ട് ആ കവറിൻ്റെ മുകളിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് കിട്ടേണ്ടുന്ന ആളിൻ്റെ സുഹൃത്തിൻ്റെ അഡ്രസ്സ് എഴുതണം. ആ കവറിനെയാണ് നമ്മൾ ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, കണ്ടോ? എന്നിട്ട് അവിടെ നമ്മൾ സേവാമയെന്ന് എഴുതും. നമ്മൾ ഇംഗ്ലീഷിൽ കത്ത് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് നമ്മൾ 2 എഴുതിയതിനു ശേഷമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സമക്ഷത്തിങ്കിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, മുൻപിലേക്ക്, ആരിലേക്കാണോ അയാളിലേക്ക് എന്നുള്ളതാണ്. അതിന് നമ്മൾ സേവാമയ എന്ന് എഴുതുന്നു. എന്നിട്ട് കിട്ടേണ്ടുന്ന ആളിൻ്റെ നാം പദ, സുഹൃത്തിൻ്റെ പേരിൽ കത്ത് എഴുതാനാണ് പറയുന്നത്. സുഹൃത്തിൻ്റെ അഡ്രസ്സ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് സുഹൃത്തിൻ്റെ നാമാണ് ഇവിടെ എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ നാം എന്ന് എഴുതുന്നു, പത എന്നു. ശരിക്കും നമുക്ക് സുഹൃത്തിൻ്റെ പേര് അഡ്രസ്സും അറിയെങ്കിൽ നമ്മൾ നാം എന്ന് എഴുതില്ല, പേരും അഡ്രസ്സും അങ്ങോട്ട് എഴുതുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം കത്ത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇതിനെ നമ്മൾ ബോഡി ഓഫ് ലെറ്റർ എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യം നമ്മൾ കൃത്യമായി എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു 2 മാർക്കിന് അർഹതയുണ്ട് ബോഡി ഓഫ് ലെറ്റർ റെഡി ആണെങ്കിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ടേക്ക് പോകുക. കത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഒന്ന് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ കത്തിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഏതും ഇങ്ങനെ എഴുതാം. നോക്കൂ, ഇൻട്രൊഡക്ഷൻ ഇവിടെ നമ്മൾ എങ്ങനെ നോക്കൂ, എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ വരുന്നത്? സ്ഥാൻ താരിഖ് നമ്മൾ എഴുതി, പ്രിയ മിത്ര എന്ന് എഴുതി, നമസ്തേ എന്ന് എഴുതി.
ആ ഇൻട്രൊഡക്ഷനിലെ ഏത് ചോദ്യം ചോദിച്ചാൽ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ 4 മാർക്ക് നഷ്ടമായത്. ഇങ്ങനെ തും നിങ്ങൾ കൈസേ എങ്ങനെ ഹോ ആകുന്നു, നിങ്ങൾ എങ്ങനെയാകുന്നു വെച്ചാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാണ്. ടീക്ക് സുഖം ഹേ തന്നെ ന അല്ലേ എന്ന് പറഞ്ഞാൽ സുഖം തന്നെ അല്ലേ. തും കൈസേ ഹോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ടീക്ക് ഹേ ന സുഖം തന്നെ അല്ലേ. ഏക്ക് ഒരു ഖാസ് സ്പെഷ്യലായ പ്രത്യേക രീതിയിലുള്ള അല്ലെ പ്രധാനപ്പെട്ട ബാത്ത് കാര്യം ബത്താനെ പറയാൻ കേലിയെ വേണ്ടി മേൻ ഞാൻ യഹ് ഈ പത്ര ലെറ്റർ ലിഗ് എഴുതി രഹാഹും കൊണ്ടേയിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി. എന്നിട്ട് നമ്മൾ കണ്ടന്റ് അവിടെ നിൽക്കട്ടെ, എന്തിനെ കുറിച്ചാണ് എഴുതാനുള്ള അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കൂ, കത്ത് അവസാനിപ്പിക്കുമ്പോൾ മേ ഞാൻ പത്ര ലെറ്റർ ചോട്ട ചെറുതാക്കി കർ രഹാഹും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കത്ത് ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്, ഞാൻ കത്ത് ചുരുക്കുന്നു. എന്നിട്ടോ ഗർവാലോംസെ, കത്ത് എങ്ങനെ ചുരുക്കുക, കടലാസ് ചുരുട്ടുകയാണോ? അല്ല, എങ്ങനെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നതാണ് അർത്ഥം. ഗർവാലോംസെ വീട്ടുകാരോട് തലാഷ് അന്വേഷണം കഹിന പറയുക ചാഹിയ വേണം, വീട്ടുകാരോട് എൻ്റെ അന്വേഷണം പറയണം. പിന്നെണ്ടോ എന്താണ് ചോട്ട ഭായിക്കോ, ചോട്ട ചെറിയ ഭായ് സഹോദരൻക്കോ ചെറിയ സഹോദരന് മേരാ എൻ്റെ പ്യാർ എൻ്റെ സ്നേഹവും അറിയിക്കണം. സ്നേഹപൂർവ്വം നമ്മൾ തുമാരാ മിത്ര നാമഹസ്താക്ഷരം. ഇങ്ങനെയാണ് കത്ത് ചെയ്തത്. ഈ കത്തിൽ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതി, കൺക്ലൂഷൻ എഴുതി, ഏത് ലെറ്റർ ഏത് ചോദ്യം ചോദിച്ചാൽ ഇത് അത്രയും നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ എഴുതുമ്പോഴേക്കും നിങ്ങൾക്കൊരു 3 മാർക്കിന് അർഹത എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ കണ്ടന്റ് ആണ് വേണ്ടത്. കണ്ടന്റ്, ആ കണ്ടന്റിലേക്ക് എഴുതാൻ ആവശ്യമായ കണ്ടന്റിൽ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ബാക്കി ആ 1 മാർക്കിന് കൂടി നിങ്ങൾക്ക് അർഹതയുണ്ട്. പക്ഷേ ആ കണ്ടന്റിന്റെ പോയിന്റ് എവിടെ ഉണ്ടാവും? തൊട്ടു മുകളിൽ പൊന്നുമക്കളെ ഒരു ക്വസ്റ്റ്യൻ, ഒരു പാരഗ്രാഫ് തന്നിട്ടില്ലേ ഹാച്ചിക്ക് കഹാനിയുടെ പാടുമായി ബന്ധപ്പെട്ട്? ആ പാരഗ്രാഫ് നിങ്ങൾ ഒരു തവണ കൂടി ഒന്ന് വായിച്ചാൽ ഇവിടേക്ക് എഴുതാനുള്ള പോയിന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പോയിന്റ് കൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായി. അപ്പോൾ ഹാച്ചിക്ക് കഹാനി ആയാലും ശരി, വേറെ ഏത് പാഠമായിരുന്നാലും ശരി, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാഠഭാഗത്തിലായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോമൺ ആയിട്ട് എഴുതി വെക്കണം. എന്നിട്ട് ഏത് പാഠത്തിലെ ക്വസ്റ്റ്യൻ കാര്യമാണോ ഇവിടെ വിശദീകരിക്കാനുള്ളത് അത് തൊട്ടു മുകളിലെ പാരഗ്രാഫ് ഉണ്ടാവും. 1ാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ ഏത് വന്നാലും. ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഹാച്ചിക്ക് കഹാനിയിൽ ഒരു ചോദ്യം എടുക്കാം. ഹാച്ചിക്ക് കഹാനിയിൽ പ്രൊഫസർ UNO നിങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്ന സമയത്ത് റോഡരികിൽ നിന്നൊരു പട്ടിക്കുഞ്ഞിനെ കിട്ടുന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭാര്യ ദേഷ്യം പിടിക്കുന്നു, ഒഴിവാക്കാൻ പറയുന്നു. പക്ഷേ പിന്നെ ഭാര്യയ്ക്കും ആ പട്ടിക്കുഞ്ഞിന് ഇഷ്ടമാവുന്നു. കാരണം വളരെ വൃത്തിയും അച്ചടക്കവും ഒക്കെയുള്ള ആ ഒരു വളരെ റെസ്പെക്റ്റും കാണിക്കുന്ന ആ കൃത്യനിഷ്ഠതയും പങ്ക്ച്വാലിറ്റിയും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ആ പട്ടിക്കുഞ്ഞ് എവിടം വരെ വീട്ടിൽ കയറണം, എവിടം വരെ കയറാൻ പാടില്ല, എങ്ങനെ ഇരിക്കണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ വല്ലാതെ രീതിയിൽ പെരുമാറുന്ന ആ പട്ടിക്കുഞ്ഞിനെ വൈഫിന് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ ആദ്യം വെറുപ്പായിരുന്നെങ്കിൽ പിന്നീട് ഇഷ്ടമായി. അപ്പോൾ ആ ഇഷ്ടമായ കാര്യം അവർ ഒരു സുഹൃത്തിനെ എഴുതി അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കത്ത് എങ്ങനെ ഉണ്ടാകുന്നു ചോദ്യം നോക്കൂ. പ്രൊഫസർ UNOയുടെ പത്നിയുടെ പേര് പറയുന്നില്ല, വൈഫ് ഹാച്ചി കെ ബാരേമേ ഹാച്ചിയെ കുറിച്ച് അപ്പനി സഹലിക്കോ തൻ്റെ കൂട്ടുകാരിക്ക് ഏക പത്രത്തിലേക്ക് ഒരു കത്ത് എഴുതി. പത്ര ആ കത്ത് കൈസേ ഹോക എങ്ങനെയായിരിക്കാം അവർ എഴുതിയിട്ടുണ്ടാവുക? കൽപ്പന സങ്കല്പം കർക്കെ ചെയ്ത് ഡിലിക്ക്. അവർ കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് എങ്ങനെയായിരിക്കാം നിങ്ങളൊന്ന് ഭാവനയിൽ ചിന്തിച്ചുകൊണ്ട് അത് എഴുതാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കത്ത് നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് മുഴുവൻ കീപ്പ് ചെയ്യണം. അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ കത്തിലേക്ക് എഴുതുകയാണ്. നോക്കൂ, കത്ത് എഴുതാൻ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെയാണ്, ഇതാണ് അങ്ങനെ എഴുതി വെച്ച കത്താണിത്. നോക്കൂ, ഈ കത്തിനെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവും. ഞാൻ വലുതാക്കി കാണിക്കാം. നോക്കൂ, സ്ഥാൻ താരിഖ് എഴുതി, എന്നിട്ട് പ്രിയ മിത്ര നമസ്തേ എന്ന് എഴുതി. എന്ന് നോക്കൂ, 4 മാർക്കാണ് നഷ്ടമായത്. ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഇത് ഓർമ്മണം. തും കൈസേ ഹോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ടീക്ക് ഹേ നാം സുഖം തന്നെയല്ലേ. ഏക്ക് ഖാസ് സ്പെഷ്യലായ ബാത്ത് കാര്യം ബത്താനേ കെ ലിയെ പറയാൻ വേണ്ടി മേ ഏ പത്രത്തിലേക്ക് രഹി ഹൂ ഞാൻ ഈ കത്ത് എഴുതുകയാണ്. ഇൻട്രൊഡക്ഷൻ ആയല്ലോ. എന്നിട്ട് ഹമാരെ ഞങ്ങളുടെ ഗർമേ വീട്ടിൽ ഏക്ക് ഒരു നയാ പുതിയ സദസ്യ മെമ്പർ ആ ഗയാഹെ വന്ന് ഗയാഹെ ചേർന്നിരിക്കുന്നു. ആ ഗയാഹെ വന്ന് ചേർന്നു. ഗയാ എന്ന് പറഞ്ഞാൽ പോയി എന്നൊരു അർത്ഥമുണ്ട്. ബട്ട് ആ ഗയാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയ മെമ്പർ വന്നു, ഗയാ പോയി. വന്നു പോയി എന്നല്ല, വന്ന് ചേർന്നിരിക്കുന്നു. വഹ് ഹേ അതാകട്ടെ ഹമാര പാൽത്തു കുത്ത ഞങ്ങൾ പാൽത്തു കുത്ത, ഫാൽത്തു അല്ല പാൽത്തു കുത്ത വളർത്തുന്ന പട്ടിക്കുട്ടിയായ ഹാച്ചിയാണ്. അപ്പനെ പതി തൻ്റെ ഹസ്ബൻഡിന് അപ്പനെ പതി തൻ്റെ ഭർത്താവായ പ്രൊഫസർ സാഹബിന് ഉസേ അവനെ രാസ്തേ വഴിയിൽ വെച്ച് മിലേദേ കിട്ടിയതായിരുന്നു. ഹാച്ചിയുടെ
സബ്സെ ബഡി ഏറ്റവും വലിയ ഖാസിയത്ത് എന്ന് പറഞ്ഞ പ്രത്യേകത ഉസ്കി അവൻ്റെ പ്യാർ സ്നേഹവും আর അതുപോലെ തന്നെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ അച്ചടക്കം വിനയം എന്നിവയൊക്കെയാണ് അവൻ്റെ. അല്ലാതെ വീടിൻ്റെ അകത്തൂടെ ബെഡിലൊക്കെ കയറി ചടങ്ങി നടക്കുന്നല്ല, എങ്ങനെ നിൽക്കണം എന്നൊക്കെ പട്ടിക്കറിയാം. അവൻ ഭയങ്കരമാണ്. ജബ് എപ്പോൾ തും നീ ഹമാരെ ഞങ്ങളുടെ ഗർമ വീട്ടിൽ ആവോഗി, എപ്പോൾ നീ ഞങ്ങളെ വീട്ടിൽ വരുമ്പോ അല്ലേ, തും ഹമാരെ ഗർമ ആവോगे तो അപ്പോൾ ഹാച്ചിസെ ഹാച്ചിയെ മിൽക്കർ കണ്ടിട്ട് തുമേ ബി നിനക്കും ഉസ്സെ അതിനോട് പ്രേം ഹോ ജായേഗ വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോവും. ആ ജാവോ ഏക് ബാർ, ആ ജാവോ വരൂ ഏക് ബാർ ഒരിക്കൽ. മേം പത്ര ചോട്ട കർ റഹീഹു ഞാൻ കത്ത് ചുരുക്കുകയാണ്. കർ റഹീഹു എന്നായത് എന്താ, പ്രൊഫസറുടെ വൈഫാണ് കത്ത് എഴുതുന്നുണ്ട്. ഗർവ അല്ലെങ്കിൽ നമ്മൾ ചോട്ടാ കർ റഹാഹു എന്ന് ഇത് ആണാണെങ്കിൽ, ഇവിടെ റഹീഹു എന്ന പെണ്ണായതുകൊണ്ട് ഗർവാലോൻ സെ വീട്ടുകാരോട് തലാഷ് കാഹിന ചാഹിയെ പറയണം. ചോട്ടാ ബൈക്കോ മേരാ പ്യാർ, കൊച്ചനിയൻ്റെ സ്നേഹം അറിയിക്കണം. എന്നിട്ട് സ സ്നേഹ് തുമാര മിത്ര നാം ഹസ്താക്ഷർ. ഇവിടെ ശരിക്കും ഹാച്ചി ഈ കഹാനിയിലെ ഈ പ്രൊഫസറുടെ വൈഫിന് പേര് പറയാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ നാം എന്ന് എഴുതിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ കത്തിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഏത് ലെറ്റർ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ഫോർമാറ്റ് നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. ഏതാണ് നമ്മളെ ഫോർമാറ്റ്? ഈ ഫോർമാറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഏതൊരു പാരഗ്രാഫ് മുകളിൽ വന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ഇവിടേക്കുള്ള എഴുതാനുള്ള പോയിന്റ് അവിടെ കിട്ടും. അങ്ങനെ നമുക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ടെൻഷൻ മാറിയില്ലേ? ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഏത് ലെറ്ററും നമുക്ക് ഇങ്ങനെ എഴുതാം. പിന്നെ ഏതൊക്കെ ലെറ്ററുകളാണോ വരാനുള്ളത് അതെല്ലാം നമ്മൾ ലൈവിൽ ഇവിടേക്കുള്ള കാര്യം മാത്രം, ബാക്കിയുള്ളതെല്ലാം കോമൺ ആണേ. ഇതൊക്കെ റെഡി. ഇവിടേക്കുള്ള കാര്യങ്ങൾ ഏതൊക്കെ പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെ ലെറ്ററുകൾ വരാനുണ്ടോ അതിലൊക്കെ നമ്മൾ മാരത്തോൺ ലൈവുകൾ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾക്ക് അതും സെറ്റ് ആവും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ നമുക്ക് ലൈവുകൾ കാണുക, ഗംഭീരമാവുക, നമുക്ക് പൊളിച്ചെടുക്കാം. ബൈ.